എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഹൈദരാബാദ് ചോയ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടി പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി റെസിപ്പിയാണ്. ഇത് കിച്ചടിയാണ്. ഇവിടുത്തെ ഫെസ്റ്റിവൽ ദിവസങ്ങളിലും അതുപോലെ തന്നെ പൂജ ദിവസങ്ങളിലൊക്കെ പ്രത്യേകമായിട്ട് വീടുകളിൽ ഉണ്ടാക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ബിരിയാണി പോലത്തെ ഒരു റെസിപ്പിയാണ്. പക്ഷേ വളരെ വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള കിച്ചടി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഗ്യാസിലേക്ക്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് കുറച്ച് കൂടുതൽ ഒഴിച്ചുണ്ടാക്കിയാലും വളരെ ടേസ്റ്റിയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു. കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിലും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇനി 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. നമുക്ക് 1 കഷ്ണം പട്ട കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ വേറെ സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല, കാരണം ഇതിന് ടേസ്റ്റ് വേറെ ഒരു ടേസ്റ്റിലാണ് ഇത് ഉണ്ടാക്കുന്നത്. നമ്മൾ ബിരിയാണിയുടെ ടേസ്റ്റ് ഒന്നുമല്ല. ഇനി 2 പച്ചമുളക് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ചമുളകിൻ്റെ പച്ചപ്പൊന്ന് പോട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. വേറെ സാധനങ്ങളൊന്നും നമ്മൾ അധികമായിട്ട് ചേർക്കുന്നില്ല. ഇതിനകത്ത് സവോള ചേർക്കുന്നില്ല, അതുപോലെ തന്നെ മസാലകളൊന്നും അധികം ആഡ് ചെയ്യുന്നില്ല. ഇത് വളരെ കുറച്ച് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ കുറച്ച് ക്യാരറ്റ് ഇപ്പോൾ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ആഡ് ചെയ്യാം. അതുപോലെ തന്നെ മല്ലിയില, പുതിനയില എല്ലാം ചേർത്ത് കൊടുക്കാം. ബീൻസ് ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് ചീരയിലയൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കാൻ നല്ലതാണ്. പാലക്ക, അതുപോലെ തന്നെ ചീരയില, നിങ്ങളുടെ ഇലകളൊക്കെ ചേർത്ത് കൊടുക്കണം, നല്ലതാണ്. അത് ഫ്രഷ് വേണം ചേർത്ത് കൊടുക്കാൻ. ഇതിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഇല കിട്ടാനുകൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. ഇലകളുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റാണ്. ഇനി നമുക്ക് കിഴങ്ങ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറി വരട്ടെ. കുറച്ച് കറി ലീഫ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചക്കറിയുടെ ഒന്ന് പച്ചപ്പൊക്കെ ഒന്ന് മാറി വരട്ടെ. നമ്മൾ തക്കാളിക്ക കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നല്ലതുപോലെ ഒന്നുകൂടെ ഇളക്കി കൊടുത്ത് തക്കാളിയുടെ പച്ചപ്പൂടെ ഒന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സാമ്പാർ പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പോളം സാമ്പാർ പരിപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിനകത്ത് പട്ടാണി ഉണ്ടെങ്കിൽ പട്ടാണി ചേർക്കാം. എല്ലാ വെജിറ്റബിൾസും തന്നെ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് കുറച്ച് വെള്ള പട്ടാണി കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. നല്ല ഒരു കളർഫുള്ളായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇത് അമ്മുക്കുട്ടിയാണ് ഉണ്ടാക്കുന്നത്, ഞാൻ പറയുന്നതേ ഉള്ളൂ. അമ്മുക്കുട്ടി ഇളക്കി കൊടുക്കുന്നു. നല്ല കളർഫുള്ളാണ് ഇത് കാണാൻ. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. ബസ്മതി റൈസ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പൊന്നിയരി അതാണ് ചേർത്താലും മതിയാവും. ഇനി നമുക്ക് അരി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇതിൻ്റെ വെജിറ്റബിൾസ് എല്ലാം കൂടെ കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സായി വരട്ടെ. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ സമയം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പ് നമ്മൾ ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നമ്മളിടുന്ന അരിയുടെ അളവ് അനുസരിച്ച് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം തന്നെ കാണാൻ നല്ല കളർഫുള്ളായിട്ട് ഇരിപ്പുണ്ട്, നല്ലതാണ് കാണാൻ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനകത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. വേറെ മുളക് പൊടിയോ അതുപോലെ മസാലകളൊന്നും ചേർക്കുന്നില്ല.
ഇതിനകത്ത് ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ ഗ്രീൻ പീസ് ചേർക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചെറുപയർ പരിപ്പ് ഇതൊക്കെ ചേർക്കാവുന്നതാണ്. ഇതിനകത്ത് ഏത് സാധനങ്ങളും ചേർത്ത് ഉണ്ടാക്കാവുന്നതാണ്. ഈ റൈസ് കൂടുതൽ സമയങ്ങളിലും പൂജ ചെയ്യുന്ന സമയങ്ങളിലും അതുപോലെ തന്നെ പൊങ്കലിൻ്റെ സമയത്തും അതുപോലെ നമ്മുടെ ദസറയുടെ സമയത്തുമൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക ഒരു റൈസാണിത്. ഇത് വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയുമാണ്. ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ഉപയോഗിക്കുന്നില്ല. കാരണം നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് വേറൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ അതൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അരിയൊക്കെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. 1 ഗ്ലാസ് അരിക്ക് നമ്മൾ ഏകദേശം ഒരു 1.25 ഗ്ലാസ് അരി വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഒന്നുകൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുക്കറിൻ്റെ അടച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം. 2 വിസിൽ കഴിഞ്ഞിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് ഒരു 10 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കാം. കുക്കറൊന്ന് അടച്ചു കൊടുക്കാം. ഇനി നമുക്ക് 2 വിസിൽ വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് ഇത് വെക്കുന്നത്. നമുക്കിനി ഒന്ന് വെയിറ്റ് ചെയ്യാം. 2 വിസിൽ വരട്ടെ. ഇപ്പോൾ 2 വിസിൽ വന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഓഫ് ചെയ്ത് വെച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് കുക്കർ തുറന്ന് നോക്കാം. ഇത് വെള്ളം ഒക്കെ പറ്റിയിട്ടുണ്ടോ, ചോറ് വെന്തിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം. ഒരു തവിയുടെ ഇതുകൊണ്ട് നമുക്കൊന്ന് കുത്തി നോക്കാം വെള്ളമുണ്ടോ. കുഴപ്പമില്ല, വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്, കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. കറക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്, നന്നായിട്ടിരിപ്പുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ രുചികരമായിട്ടുള്ള നമ്മുടെ കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സോഫ്റ്റാണ്. റൈസ് നല്ല സോഫ്റ്റായിട്ടിരിക്കണം. കുറച്ച് വേവ് കൂടിയ പരുവത്തിലാണ് നമ്മൾ എടുക്കുന്നത്. അതാണ് ഈ കിച്ചടിയുടെ പ്രത്യേകത. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇതിൽ ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കിച്ചടി നിങ്ങൾ ഉണ്ടാക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ വരുന്നതായിരിക്കും. ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. Goodbye. Thank you for watching.